അയ്യോ ഇത് നോക്കി ഈ ചാടി നമ്മുടെ ബോട്ട് പോണ എങ്ങോട്ടാന്നറിയോ? നമ്മുടെ കൂട്ട ബോട്ടാണ്ട അപ്പുറം കിടക്കണത്. കൂട്ട ബോട്ടിന് ചെറിയൊരു പണി കിട്ടി. വല പിടിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ വല പ്രൊപ്പലറിൽ കുടുങ്ങി, അതായത് പങ്കയിൽ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഫോർവേഡും റിവേഴ്സും ഒന്നും ഇടാൻ പറ്റില്ല. കാരണം പങ്കയിൽ മൊത്തത്തിൽ ചുറ്റിപ്പിടിക്കും. അപ്പൊ ഇത് കട്ട് ചെയ്ത് കളയാണ്ട് നമുക്ക് ബോട്ട് മുന്നോട്ട് എടുക്കാനും പറ്റില്ല ട്ടാ. ഓരോ ആളുകളുടെയും ബ്രീത്തിങ് ടൈം, വെള്ളത്തിന്റെ അടിയിൽ പോയി ബ്രീത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കണ ഒരു ടൈം വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ബോട്ടിൽ നിന്ന് 2 നൻപന്മാരെ ആ ബോട്ടിലേക്ക് വിട്ടിട്ട, ബാലണ്ണനെയും സരോണയും. അതുപോലെ അതിൽ നിന്ന് 2 പേരെ നമ്മുടെ ബോട്ടിലേക്ക് കൊടുത്ത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വല എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ കടൽ കൂടുതലുള്ള സമയത്ത് നമ്മ പങ്കേമ പോയി വല ചെത്തിയെടുക്കണത് വളരെ റിസ്ക് ആണ്. കാരണം നമ്മ അടിയിലേക്ക് പോകാൻ നേരത്ത് ബോട്ടിനെ ഇതുപോലെ പൊക്കിയെടുത്ത് ഒരൊറ്റ ഇടൽ അങ്ങോട്ട് ഇടും. ആ ഇടൽ നമ്മുടെ തലയിലാണ് വന്നിരിക്കണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ബോട്ട് ഇത്ര ടണ്ണുണ്ടാവില്ല. അപ്പൊ നോക്കിയും കണ്ടും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി വാളും. നിലവിൽ ഇപ്പൊ കടൽ കുറച്ച് കൂടുതലായതിന്റെ പേരിൽ ഇവർ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കും. കടലൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ അപ്പൊ നേരെ ഇറങ്ങിയ വല ചുറ്റിപ്പിടിച്ചേക്കണ് കട്ട് ചെയ്തെടുക്കോട്ടെ. ഇത് ഡീപ് സീ ആണ് ഈ ബോട്ട്, ഗിൽനെറ്റ് ബോട്ടും. അതുപോലെ ഇവിടുത്തെ ആഴം ഏകദേശം 1500 ഫാത്തം മീറ്റർ ഉണ്ടാവും, അതായത് ഏകദേശം 2.74 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടൽ മാക്രി യൂട്യൂബ് ചാനലിലേക്ക് പോയാൽ മതി. ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ ഓരോ എപ്പിസോഡായിട്ടുണ്ട്. അങ്ങനെ അവരെ കയറ്റിവിട്ട് അവിടെ നിന്ന് 2 പേര് ഇതിലേക്കും കയറ്റി ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോകണം. ഓക്കെ.